ഇന്ത്യൻ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് പദങ്ങളാണ്. ഒന്ന് വർണ്ണം, മറ്റൊന്ന് ജാതി. ഈ വർണ്ണം തന്നെയാണോ ജാതി എന്നുള്ള കാര്യത്തിലൊന്നും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല ആരും. പക്ഷേ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന വിധത്തിലുള്ള വർണ്ണങ്ങൾ അനുസരിച്ചാണ് ഹിന്ദു സമൂഹം ചരിത്രത്തിൽ ജീവിച്ചിട്ടുള്ളതെന്ന് കാണാം. അതിൽ ഉപജാതികളും ഒക്കെ ഉണ്ടെന്തായാലും. ഇപ്പം കേരളം പോലെയുള്ളിടത്ത് ഈ നാലെണ്ണവും അതിൻ്റെതായ അർത്ഥത്തിൽ ആപ്ലിക്കബിൾ അല്ല. എന്ന് വെച്ചാൽ ക്ഷത്രിയർ എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇവിടെ അങ്ങനെ ഒരു വിഭാഗമില്ല. ബ്രാഹ്മണർ എന്ന് പറയുന്നതുണ്ട്. വൈശ്യർ എന്ന് പറയുന്ന വിഭാഗം ഇവിടെയില്ല. ശൂദ്രർ എന്ന് പറയുന്നത് നായർ ഉൾപ്പെടെയുള്ള വിഭാഗത്തെ എല്ലാം ചേർത്തങ്ങ് ശൂദ്രർ എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ യാത്ര. പക്ഷെ ഉത്തരേന്ത്യയിലും മറ്റ് ഇന്ത്യൻ ഭാഗങ്ങളിലും ഇത്തരം വർണ്ണ വ്യവസ്ഥയിലുള്ള വ്യവഹാരങ്ങൾ ഇന്നും കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വർണ്ണത്തെ ജാതിയായിട്ട് നമ്മളങ്ങ് സങ്കല്പിച്ചാൽ തന്നെയും ഈ വർണ്ണം എന്നുള്ളത് ജന്മസിദ്ധമാണോ കർമ്മസിദ്ധമാണോ എന്നുള്ള പ്രശ്നം എല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുള്ളതാണ്, ഇന്നും ഉന്നയിക്കാവുന്നതാണ്. ഭഗവത്ഗീതയാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് പ്രധാനമായിട്ടും അവതരിപ്പിച്ച ധർമ്മ ഗ്രന്ഥം. അതിൽ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണ കർമ്മവിഭാഗശ എന്ന നിലപാടാണ് കൃഷ്ണൻ്റെതായി അവതരിപ്പിക്കുന്നത്. ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇവൻ ജനിച്ചത് ഇന്നടത്തായതുകൊണ്ട് ഇവൻ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ബ്രാഹ്മണനോ ആകുന്നില്ല. അവൻ്റെ കർമ്മം, അവൻ്റെ സ്വഭാവം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ എന്നുള്ളൊരു നിലപാടാണ് അതിലെടുക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം ഇതല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതായത് ജന്മം കൊണ്ട് മാത്രമേ ബ്രാഹ്മണൻ ആകുന്നുള്ളൂ അല്ലെങ്കിൽ ക്ഷത്രിയനാകുന്നുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യം. ഈ പ്രശ്നം കൊണ്ടിരുന്നത് എന്തായിരുന്നാലും ആധുനിക കാലത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ വർണ്ണത്തിൻ്റെ മറ്റൊരു പേരായി നമുക്ക് തൽക്കാലം സ്വീകരിക്കുകയാണ്. അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ജാതി നമുക്ക് മാറാനൊക്കില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് മതം മാറാം, ഹിന്ദുവിന് മുസ്ലിം ആവാം, മുസ്ലിമിന് ക്രിസ്ത്യാനി ആവാം, തിരിച്ചു ആകാം. പക്ഷേ ഒരാൾക്ക് പോലും നമ്മുടെ നാട്ടിൽ ജാതി മാറാൻ പറ്റില്ല. അതുകൊണ്ട് നായരാകാൻ ഒരാൾക്ക് പറ്റില്ല, ബ്രാഹ്മണനാകാൻ ഒരാൾക്ക് പറ്റില്ല, ഈഴവനാകാൻ ഒരാൾക്ക് പറ്റില്ല, ദലിതനാകാൻ, ദലിതരിലെ ജാതി വിഭാഗങ്ങളുണ്ടല്ലോ, ജാതി വിഭാഗങ്ങളാവാനൊക്കില്ല. അവർക്ക് തിരിച്ച് ഉയർന്നവരെന്ന് സങ്കല്പിക്കുന്നതോ അല്ലെങ്കിൽ തിരിച്ചു പറയുന്നതോ ആയ ജാതികളിലേക്ക് മാറാനും പറ്റില്ല. അതുകൊണ്ട് ജാതി ഒരു ഗോത്ര സ്വഭാവത്തിൽ നിലനിൽക്കുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. അത് അതിരുകൾ നിശ്ചയിക്കപ്പെട്ടതും ആർക്കും ഭേദിച്ചു കടക്കാനാക്കാത്തതുമായ പ്രത്യേക സ്വഭാവങ്ങളോടുകൂടി നിലനിൽക്കുന്നതാണ്. അതിൻ്റേതായ വേലികളുള്ള ഒന്നാണ്. ഇതിലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ആധുനിക കാലത്ത് ഉന്നയിച്ചത് ചട്ടമ്പിസ്വാമിയാണ്. ചട്ടമ്പിസ്വാമി വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്ന് പറയുന്ന എന്നീ കൃതികളിലെ പ്രധാനമായിട്ടും ബ്രാഹ്മണരുടെ ആധിപത്യത്തെ ആക്രമിക്കുവാൻ വേണ്ടി അദ്ദേഹം ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാലും ബ്രാഹ്മണർക്ക് മറ്റൊരു വിഭാഗത്തിലേക്ക് മാറാനോ തിരിച്ച് ബ്രാഹ്മണനാകാനോ പറ്റുമോ എന്നുള്ള പ്രശ്നത്തിന് കറക്റ്റായ ഉത്തരം വന്നിട്ടില്ല എന്നുള്ളതാണ്. വാൽമീകിയുടെ രാമായണം പോലെയുള്ള ഇതിഹാസങ്ങൾ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ പോലും അവ്യക്തകളും സങ്കീർണതകളുമുണ്ട്. എന്നാൽ വിശ്വാമിത്രൻ്റെ ഒരു കഥ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കാവുന്നതാണ്. വിശ്വാമിത്രൻ ജനിച്ചത് രാജകുലത്തിലാണ്, എന്ന് പറഞ്ഞാൽ ക്ഷത്രിയനാണ്. അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാമഹൻ, അദ്ദേഹത്തിൻ്റെ കുലത്തിന് ബീജാപാപമായത് ബ്രഹ്മാവിൽ നിന്ന് ജനിച്ച കുശനാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനായി ജനിച്ച കുശനാണ്. ആ കുശൻ്റെ പുത്രനാണ് കുശനാഭൻ. കുശനാഭൻ്റെ പുത്രനാണ് ഗാധി. ഗാധിയുടെ പുത്രനാണ് വിശ്വാമിത്രൻ. ആ വിശ്വാമിത്രൻ രാജാവാണ്. എന്നാൽ ബ്രഹ്മാവിൽ നിന്ന് ജനിച്ച മറ്റൊരാളാണ് വസിഷ്ഠൻ. വസിഷ്ഠൻ ബ്രാഹ്മണനാണ്. ഇത് വളരെ രസകരമായ സംഭവമാണ്. അപ്പോൾ അവരുടെ ഉൽപ്പത്തി അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരാളിലേക്ക് ചെല്ലുകയാണ്. പിന്നീട് അവരുടെ സ്വഭാവം കൊണ്ട് അവർ ഭിന്നരാകുകയാണ്. ഒരാൾ ക്ഷത്രിയ കുലത്തിൽപ്പെടുന്നു, മറ്റൊരാൾ ബ്രാഹ്മണ കുലത്തിൽപ്പെടുന്നു. ഇത്തരം പ്രശ്നങ്ങളുണ്ടാകും. വളരെ കൗതുകരമായൊരു സംഭവം, കൗശികൻ എന്ന വിശ്വാമിത്രൻ രാജാവായിരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ചതുരംഗപ്പടയോടുകൂടി വസിഷ്ഠൻ്റെ ആശ്രമത്തിലെത്തി.
അവിടെ പിന്നെ കുശലാന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണം വസിഷ്ഠൻ ഓഫർ ചെയ്യുന്നു. അപ്പോൾ അത്ഭുതം വിശ്വാമിത്രനുണ്ടാകുന്നു. എങ്ങനെ ഈ പരിമിത വിഭവന്മാരായി കഴിയുന്ന ഈ മുനിക്ക് എങ്ങനെയാണ് ഇത്രയും സൈനികർക്കും തങ്ങൾക്കും ഒക്കെ ഭക്ഷണം നൽകാൻ കഴിയുന്നത് എന്ന സംശയമായി. അപ്പോഴാണ് അവിടെ ശബള എന്ന ഒരു ഹോമധേനു ഉണ്ട് എന്നത്. ആ ഹോമധേനുവാണ് ഭക്ഷണങ്ങളെല്ലാം നൽകുന്നത്. ഇത് കണ്ടിട്ട് രാജാവ് തന്ത്രശാലിയായ വിശ്വാമിത്രൻ വസിഷ്ഠനോട് പറയുന്നു, ഈ പശു, ഈ ശബള ഒരു രത്നമാണ്. രത്നങ്ങൾ ഇരിക്കേണ്ടത് രാജാവിനോടൊപ്പമാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ അതിനെ വിട്ടയക്കാം. വസിഷ്ഠൻ സമ്മതിച്ചില്ല. ബലം പ്രയോഗിച്ച് വിശ്വാമിത്രൻ്റെ ആൾക്കാർ അതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ പശു വസിഷ്ഠനോട് പറഞ്ഞു, അങ്ങനെ വിട്ടുകൊടുക്കുകയാണ്, എന്നെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നില്ല? അപ്പോൾ വസിഷ്ഠൻ പറയുന്നു, ശക്തനാണ് രാജാവ്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ശബള പറയുന്നുണ്ട്, നിങ്ങൾ ദിവ്യശക്തിയുള്ള ആളാണ്, നിങ്ങൾ ബ്രഹ്മജ്ഞനാണ്, ബ്രാഹ്മണനാണ്, നിങ്ങൾക്കിതിനെ ക്ഷത്രിയൻ്റെ ബലത്തെ നേരിടാനുള്ള ശേഷിയുണ്ട് എന്ന് പറയുകയും ഈ ശബള തന്നെ സൈനികരെ ഉൽപ്പാദിപ്പിച്ച് ഈ രാജാവിൻ്റെ വിശ്വാമിത്രൻ്റെ സൈന്യത്തെ തോൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ വിശ്വാമിത്രന് മനസ്സിലാകുന്നു, ഈ ക്ഷത്രിയരുടെ ശക്തി ഒരു ശക്തിയാണ്. ശക്തിയല്ല, ബ്രാഹ്മണന്റെ ശക്തി. ബ്രാഹ്മണന്റെ ശക്തി എന്നുള്ളതാണ് യഥാർത്ഥ ദിവ്യശക്തി. അതുകൊണ്ട് അത് ആർജിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ പോയി തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്തപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പറയുന്നു, എനിക്ക് സകലവിധ വേദങ്ങളും പറയുന്ന സകല ആയുധങ്ങളും നൽകണം. അങ്ങനെ ഈ ആയുധങ്ങൾ കൊടുത്തു. വീണ്ടും പോയി വിശ്വാമിത്രൻ യുദ്ധം ചെയ്തു, വസിഷ്ഠനോട് യുദ്ധം ചെയ്തു. പക്ഷേ വസിഷ്ഠന്റെ കയ്യിലിരിക്കുന്ന ധർമ്മദണ്ഡുകൊണ്ട് ഇയാൾ നേടിയ സകല ആയുധങ്ങളെ അയാൾ കീഴ്പ്പെടുത്തുന്നു. ഒടുവിൽ ബ്രഹ്മാസ്ത്രം എടുത്ത് വിശ്വാമിത്രൻ പ്രയോഗിക്കുന്നു. ആ ബ്രഹ്മാസ്ത്രത്തെ പോലും ധർമ്മദണ്ഡുകൊണ്ട് നിഷ്പ്രഭമാക്കി. അതോടുകൂടി പരാജയത്തിനായി ക്ഷാത്ര ബ്രഹ്മബലത്തിന് മുമ്പിൽ കീഴടങ്ങി. അപ്പോൾ തിരിച്ചറിയുന്നു, ബ്രഹ്മബലമാണ് പ്രധാന ബലം, അത് തനിക്ക് ആർജിക്കണം. അതിനുവേണ്ടി അദ്ദേഹം വീണ്ടും തപസ് ആരംഭിച്ചു. 1000 വർഷം നീണ്ടുനിന്ന തപസ്. ഈ തപസ്സിന് ഒടുവിൽ അദ്ദേഹം ഒരു സ്നാനത്തിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ വെച്ച് മേനകയെ കണ്ടു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് പതറി. ഇത്രയും വർഷം തപസ് ചെയ്ത ആളാണ്, എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ മനസ്സ് പതറി. അങ്ങനെ 10 വർഷത്തോളം മേനകയോടൊത്തു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, കാളിദാസന്റെ വിഖ്യാതമായ അഭിജ്ഞാന ശാകുന്തളത്തിലെ ശകുന്തളയുടെ ജനനത്തിന് കാരണമായ സംഭവമാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം തിരിച്ചറിയുന്നു, തൻ്റെ ശക്തി മുഴുവൻ, താൻ ആർജിച്ച തപോ ശക്തി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും കൊടും തപസ്സിലേക്ക് പോകുന്നു. ആ തപസ്സിനിടയിൽ രംഭയെ ദേവന്മാർ പറഞ്ഞയച്ച് തപസ് മുടക്കാൻ വയ്ക്കുന്നു. രംഭയെ തന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടി, പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചാണെന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ എന്ത് ചെയ്തു? ഒഴിച്ചുവിടുന്നത് ശാപം കൊടുത്തുകൊണ്ടാണ്. 1000 വർഷം നീ പാറയായി പോകട്ടെ എന്ന് വസിഷ്ഠന്റെ അനുഗ്രഹത്താൽ മാത്രമേ നിനക്ക് മുക്തി കിട്ടുമെന്ന് ശപിച്ചുവിടുകയാണ്. വീണ്ടും തപസ് അനുഷ്ഠിക്കും. ആ തപസ്സിൽ ഇടയിൽ അദ്ദേഹം 1000 വർഷം നീണ്ടു നിന്ന ആ തപസ്സിനിടയിൽ ഒരിക്കൽ അദ്ദേഹം ആഹാരം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിലെത്തി വച്ചിരിക്കുന്ന ആഹാരം ചോദിക്കുന്നു. ഒരു മടിയും കൂടാതെ ജിതേന്ദ്രിയനായി തീർന്ന വിശ്വാമിത്രൻ ആ ഭക്ഷണം നൽകുന്നു. അദ്ദേഹത്തെ കീഴടക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും അദ്ദേഹം കൊടിയ തപസ് ആരംഭിക്കുന്നു. ഈ തപസ്സിനിടയിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, നീ ജിതേന്ദ്രിയനായിരിക്കും, നീ മഹർഷിയായിരിക്കും. അപ്പോഴും വിശ്വാമിത്രന്റെ ആഗ്രഹം തരുന്നില്ല, ബ്രഹ്മർഷിയാവുക, ബ്രാഹ്മണനാകുക എന്ന്. അവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മർഷിത്വമാണ്, ബ്രഹ്മജ്ഞാനം നേടിയ ആൾ എന്നുള്ള അർത്ഥമാണ്. അത് കർമ്മമാണ്, അത് സ്വഭാവമാണ്. അവിടെ ജാതി, അവിടെ ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു ഉൽപ്പന്നമെന്നുള്ള നിലയിലല്ല.
ഉൽപ്പന്നമായതുകൊണ്ട് വരുന്നതല്ല. ഒടുവിൽ വീണ്ടും അദ്ദേഹം തപസ് അനുഷ്ഠിക്കുന്നു. ആ തപസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ശ്വാസം പോലും എടുക്കാത്ത തപസ് ചെയ്തു. അങ്ങനെ തപസ്സിൻ്റെ ഒടുവിൽ ഇന്ദ്രാദികൾക്കൊക്കെ ഇരിക്കപ്പുറതി ഇല്ലാതെ വരുന്നു. ദേവാദികൾ ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിൽ വന്ന് അദ്ദേഹത്തിന് ആഗ്രഹിച്ച വിധത്തിൽ ബ്രഹ്മപദം നൽകും. ബ്രാഹ്മണനായി അദ്ദേഹത്തെ വസിഷ്ഠാദികളുമെത്തി ബ്രാഹ്മണത്വം. ഈ കഥ സൂചിപ്പിക്കുന്നത് അദ്ദേഹം ക്ഷത്രിയനായിരുന്ന ആൾ ബ്രാഹ്മണനായി മാറിയ കഥയാണ്. എന്ന് വെച്ചാൽ കർമ്മം കൊണ്ട് ബ്രാഹ്മണത്വം നേടാം. ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ പരമാവസ്ഥയായിട്ടാണ്, പരമാത്മജ്ഞാനം എന്നുള്ള അവസ്ഥയായിട്ടാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ കൂടി ഈ രാമായണം പോലെയുള്ള കൃതികളിൽ ഉണ്ട് എന്നറിയണം. അതുകൊണ്ട് ഈ ഇന്ത്യൻ ജാതി വ്യവസ്ഥയെക്കുറിച്ചും ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ യാഥാർത്ഥ്യവും അതിൻ്റെ ഹീനതകളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും ഒക്കെ ആലോചിക്കുമ്പോൾ ഇത്തരം ചിന്തകൾ, അതായത് ഇന്ത്യൻ വിജ്ഞാനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ജീവിച്ചതിൻ്റെ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ സംഭവം ഇവിടെ പറഞ്ഞത്.